കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. സംഭരണ സമയത്ത് തന്നെ നെല്ലിന്റെ വില കർഷകർക്ക് നൽകാനുള്ള നടപടിക്കായി പരിശ്രമിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കുമെന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റെ വാഗ്ദാനം. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാവേലിക്കര SBI റീജിയണൽ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. നൂറുകണക്കിന് കർഷകർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് പ്രകടനമായാണ് ധർണയ്ക്കായി എത്തിയത്. ലോൺ സംവിധാനം ഒഴിവാക്കി കർഷകർക്ക് നെല്ല് സംഭരിക്കുന്ന സമയത്ത് നബാർഡിനെ കൊണ്ട് പാടത്ത് തന്നെ പണം നൽകുന്ന പദ്ധതിക്ക് അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയ്ക്കൊപ്പം നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. SBI പോലുള്ള ബാങ്കുകൾ കർഷകർക്ക് PRS ലോൺ പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ സമരം സംഘടിപ്പിച്ചത്. കൂട്ടായ്മ പ്രസിഡന്റ് ഗോപൻ ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി സ്റ്റീഫൻ തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. അച്ഛൻ തോറ്റു മകൻ ജയിച്ചു. രാമഗിരി പഞ്ചായത്ത് 13-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി B. സരൺകുമാർ 9 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സരൺകുമാറിന്റെ പിതാവും UDF സ്ഥാനാർത്ഥിയുമായ VA ബാലകൃഷ്ണനാണ് 9 വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടത്. വാശിയേറിയ മത്സരത്തിലാണ് മകൻ അച്ഛനെ പരാജയപ്പെടുത്തിയത്. ആകെയുള്ള 857 വോട്ടർമാരിൽ 685 വോട്ടുകളാണ് പോൾ ചെയ്തത്. LDF സ്ഥാനാർത്ഥി സരൺകുമാർ 315 വോട്ടുകൾ നേടിയപ്പോൾ ബാലകൃഷ്ണന് 306 വോട്ടുകൾ ലഭിച്ചു. BJPയുടെ ശുഭപ്രഭയ്ക്ക് 42ഉം SUCIയുടെ VR അനിലിന് 22ഉം വോട്ടുകൾ കിട്ടി. വിജയം ഉറപ്പായിരുന്നെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം CP ബ്രീവൻ അഭിപ്രായപ്പെട്ടു. ആ പ്രദേശത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പവും CPM-നൊപ്പവുമാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത്. അത് വ്യക്തിയാണെന്നുള്ളതല്ല പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രദേശത്തെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കോൺഗ്രസിനെതിരെ മാത്രമല്ല, കോൺഗ്രസ് BJP SUCI അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ, അതോടൊപ്പം മറ്റൊരു കുറുമുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അകന്നു നിൽക്കുന്ന മറ്റൊരു കുറുമുന്നണിയോട് കൂടിയാണ്. അങ്ങനെ 4 അവിശുദ്ധ സഖ്യത്തിനെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ തിളക്കമാർന്ന വിജയമാണിത്. ഞങ്ങൾ ഏറെക്കുറെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയ അസസ്മെന്റിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫലം വെളിവാക്കുന്നത്. വിജയം തിളക്കമാർന്ന വിജയമാണ്. ഇത് കോൺഗ്രസിനും മറ്റു ചില ആളുകൾക്കും ആ പ്രദേശത്തെ ജനങ്ങൾ കൊടുത്ത ചുട്ട മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. CPIM ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന R. രാജേന്ദ്രകുമാർ പാർട്ടിയുമായി തെറ്റിയതോടെയാണ് രാമഗിരിയിലെ പഞ്ചായത്ത് ഭരണം മാറി മറിഞ്ഞത്. CPI അനുകൂല നിലപാടുകളുമായി കടുത്ത വെല്ലുവിളിയാണ് CPIM-നെതിരെ രാജേന്ദ്രകുമാർ ഉയർത്തിയത്. ഭിന്നത പരസ്യ പ്രതികരണങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടന്നതോടെ രാജേന്ദ്രകുമാറിനെതിരെ CPIM തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. CPIM-ഉം കോൺഗ്രസ് ഒന്നിച്ചു നിന്നപ്പോൾ അവിശ്വാസത്തിൽ പരാജയപ്പെട്ട് രാജേന്ദ്രകുമാറിന് പ്രസിഡന്റ് പദം ഒഴിയേണ്ടി വന്നു. ഇതോടൊപ്പം പഞ്ചായത്ത് അംഗത്വം കൂടി രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി സരൺകുമാർ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ഈ വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ്, 100% വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ്. ഇതൊന്നും പറയാനില്ല. 13-ാം വാർഡിലെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു. അത് സാധിച്ചതിൽ ഞാൻ നിമിത്തമായിരിക്കുന്നു. അത് സന്തോഷമുണ്ട്, വളരെ സന്തോഷിക്കുന്നു. ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ 100% ശ്രമിക്കുകയും അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല എന്ന് വേണം കരുതാൻ. 13-അംഗ ഭരണസമിതിയിൽ LDF-ന് 8ഉം UDF-ന് 4 അംഗങ്ങളാണ് നിലവിലുള്ളതെങ്കിലും CPIM-ലെ ഔദ്യോഗിക പക്ഷത്തെ 4 പേരുടെ പിന്തുണയോടെ UDF-ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഒരു സ്ഥിരം സമിതി അധ്യക്ഷ പദവിയും UDF-നും 2 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം LDF-നുമാണ് നിലവിലുള്ളത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സജു തോമസിന് തിളക്കമാർന്ന വിജയം. 120 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയായിരുന്നു സജുവിന്റെ വിജയം.
ആകെ പോൾ ചെയ്ത 1297 വോട്ടിൽ 589 വോട്ടുകൾ നേടിയാണ് LDF സ്ഥാനാർത്ഥി സജു തോമസ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി S ചന്ദ്രകുമാർ 469 വോട്ടും NDA സ്ഥാനാർത്ഥി N ശ്രീകുട്ടൻ 235 വോട്ടുകളും നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥി ചന്ദ്രന് ലഭിച്ചത് 4 വോട്ടുകൾ മാത്രം. വർഗീയവാദത്തിനെതിരെ രാഷ്ട്രീയം പറഞ്ഞാണ് വിജയിച്ചതെന്നും വിജയം ഇടതുപക്ഷ ആശയങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി സജു തോമസ് KCV ന്യൂസിനോട് പ്രതികരിച്ചു. വർഗീയവാദികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് വലിയ വിജയം നേടിയത് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് മാന്നാറിൽ വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വ്യക്തിപരമായ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു. മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ വലിയ ഭൂരിപക്ഷവും ഈ വിജയവും. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം LDF സ്വീകരിച്ച സമീപനം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ വിജയമെന്നായിരുന്നു CPIM മാന്നാർ ഏരിയ സെക്രട്ടറി PD ശശിധരന്റെ പ്രതികരണം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം LDF സ്വീകരിച്ച സമീപനം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സജുവിൻ്റെ ഈ വിജയം. അന്ന് സുനിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചെങ്കിലും ഈ നാടിൻ്റെ നന്മയോർത്ത് ഇടതുപക്ഷ ചേരിയിലേക്ക് വന്ന് നിലയുറപ്പിച്ച് പഞ്ചായത്തിനെ ക്രിയാത്മകമായിട്ട് ചലിപ്പിക്കാൻ സഹായിച്ച നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ മാന്നാറിലെ ജനങ്ങളുടെ അംഗീകാരം ആ മാറ്റത്തിനും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിനും ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരമായിട്ട് ഈ വിജയത്തെ ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി 11ാം വാർഡിൽ മത്സരിച്ച സുനിൽ ശ്രദ്ധേയം കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ട ഒഴിവിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സുനിൽ ശ്രദ്ധേയം CPM സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുകയും LDF പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. തുടർന്ന് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഇദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ആകെ 18 വാർഡുകളുള്ള മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതോടെ LDF 9, UDF 8, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 107 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി മികച്ച വിജയം കൈവരിച്ചു. വിഭിന്ന ശേഷിയുള്ള കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രതീക്ഷയായ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോം സേവനത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്നു. 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഓഗസ്റ്റ് 4-ന് നടക്കും. ഓഗസ്റ്റ് 4-ന് ഉച്ചകഴിഞ്ഞ് 2:30 ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് SD സന്യാസ സഭ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ജൂബിലി ആഘോഷത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഈ ജൂബിലി ആഘോഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 ഓഗസ്റ്റ് 4-ാം തീയതി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുക. ഉച്ചകഴിഞ്ഞ് 2:30 PM നടക്കുക. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് SD സന്യാസിയുടെ പ്രൊവിൻസ് സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് ആണ്. ഒപ്പം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാർ റാഫേൽ തട്ടിൽ പിതാവും ആമുഖ സന്ദേശം നൽകുന്നത് സെൻറ് ജോസഫ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ മദർ ലിത്തി ജോസുമാണ്. നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരും MPയും MLAയും ഒക്കെ സന്നിഹിതരാകും. സമാപന സമ്മേളനത്തിൽ SD സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് അധ്യക്ഷത വഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സ്മരണിക പ്രകാശനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP, MLAമാരായ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഏറ്റവും മഹനീയമായ സേവനം ചെയ്യുന്ന മേഴ്സി ഹോം ചെത്തിപ്പുഴയിൽ സ്ഥാപിതമായതിൻ്റെ ചരിത്ര പശ്ചാത്തലവും സിസ്റ്റേഴ്സ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. മേഴ്സി ഹോമിൻ്റെ സ്ഥാപക പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമന്യ മെത്രാപ്പൊലീത്തയായിരുന്ന മാർ ആന്റണി പടിയൂർ പിതാവാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസത്തിനുമായിട്ടൊരു സ്ഥാപനമുണ്ടെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്ഥലം കണ്ടെത്താനായിട്ട് കുറ്റിപ്പുഴ CMI ആശ്രമത്തെ സമീപിച്ച് 2 ഏക്കർ തെങ്ങിൻതോപ്പ് വാങ്ങിയുണ്ടായി. അതിനുശേഷം അപ്പോൾ CMI ആശ്രമം 1 ഏക്കർ സ്ഥലം ദാനമായിട്ട് നൽകി.
അങ്ങനെ 3 ഏക്കർ സ്ഥലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കെട്ടിടം പണിതും 40 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടി കെട്ടിടമാണ്. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം അന്ന് 50 വർഷങ്ങൾക്ക് പണിത കെട്ടിടമാണ്. അപ്പോൾ അങ്ങനെ പിതാവ് ഇതെല്ലാം സംവിധാനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഏറ്റവും അനുയോജ്യരായ സന്യാസമുഖം ആണ് കണ്ടതെന്നും SD സന്യാസമുഖത്തെ ക്ഷണിച്ചു. SD-യുടെ കരുത്തോട് ചേർന്ന ഒരു പ്രവർത്തന മേഖലയാണ് എന്ന് കണ്ടതിനാൽ അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന മദർ സാവിയോ ഈ ക്ഷണം സ്വീകരിക്കുകയും ആലുവയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് വരികയും ചെയ്തു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ദീപ്തി ജോസ് SD, മേഴ്സി ഹോം ഡയറക്ടർ സിസ്റ്റർ സെലിൻ ജോസ് SD, വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റീജ, സിസ്റ്റർ അഡ്വക്കേറ്റ് ജ്യോതിസ്, സിസ്റ്റർ ആൻ ജോസ്, സിസ്റ്റർ ആൽഫി, സിസ്റ്റർ ലില്ലി ജോസ്, ഫ്രണ്ട്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടത്തിന് മുന്നോടിയായി അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം 1ാം പതിപ്പുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമുള്ള സ്കോർ കാർഡിന്റെ അവതരണം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി G. രാജ്കുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി G. അനിൽകുമാർ, KP കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അവതരണം നടന്നു. പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങൾ മാത്രം പോരാ, ജനങ്ങളാകെ പഞ്ചായത്തിന്റെ ഈ പരിപാടിയോട് കൈകോർത്ത് പ്രവർത്തിക്കണം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും വേണം. കുഞ്ഞു കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനവിഭാഗങ്ങളും ഇതിൻ്റെ കണ്ണിയാകണം. ഇത് വളരെ അത്യാവശ്യമാണെന്നും എനിക്കും എൻ്റെ തലമുറയ്ക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മാലിന്യ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കൊള്ളാത്ത ഒരു നാടായി ഇത് മാറും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് മുഴുവൻ ജനതയും കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഒരു 2ാം ഘട്ട തുടർ പ്രവർത്തനത്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. മനോഭാവമാറ്റം, സമ്പൂർണ്ണ സുസ്ഥിരത എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മാലിന്യ സംസ്കരണത്തോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ശില്പശാലയിൽ ആസൂത്രണം ചെയ്തു. 2024 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന പദ്ധതി 2025 മാർച്ച് 30 സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തോടെ സമാപിക്കും വിധമാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ശില്പശാലയിൽ 150ഓളം പേർ പങ്കെടുത്തു. പക്ഷാഘാതം ബാധിച്ചതിന് പിന്നാലെ ക്യാൻസർ പിടിപെട്ട ഗൃഹനാഥന്റെ കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സുമനസ്സുകളുടെ കരുണ തേടുന്നു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 14ാം വാർഡിൽ 48 വയസ്സുള്ള ഷാജിയാണ് രോഗബാധിതനായത്. 1.5 വർഷം മുൻപാണ് ഷാജിക്ക് പക്ഷാഘാതമുണ്ടായത്. ഇതോടെ ശരീരം തളർന്ന് നടക്കാനും സംസാരിക്കാനും കഴിയാത്ത സ്ഥിതിയായി. ഇതിന് പിന്നാലെയാണ് കഴുത്തിൽ ക്യാൻസറും പിടിപെട്ടത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കീമോതെറാപ്പി ചികിത്സയിലാണ് ഷാജി. ഇദ്ദേഹം രോഗബാധിതനായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. ഭാര്യ പ്രിയതയും 5 വയസ്സുകാരൻ മകനും അടങ്ങുന്ന കുടുംബത്തിന്റെ സ്ഥിതി അതിദയനീയമാണിപ്പോൾ. നിത്യച്ചെലവിന് പോലും മാർഗമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 9 വർഷം മുൻപ് വീട് നിർമ്മാണത്തിനായി 2 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇപ്പോഴിത് പലിശ ഉൾപ്പെടെ 5,70,000 രൂപയായി. ഇതും അടയ്ക്കാൻ മാർഗമില്ലാതെ ആശങ്കപ്പെടുകയാണ് കുടുംബം. 2 വർഷത്തിന് മുമ്പ് സ്റ്റോക്ക് വന്നിരുന്ന ഒരു വശം തളർന്നിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ 1 വർഷത്തിന് മേളിൽ ക്യാൻസർ ബാധിതനും കൂടായി തുടർ ചികിത്സയ്ക്കുള്ള സഹായം എന്തെങ്കിലും നിങ്ങളാ കഴിയുന്ന സഹായിക്കണം. വീടിൻ്റെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. വീട് ജപ്തിയിലാണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഷാജി രോഗബാധിതനായതോടെ പ്രീത ചെമ്മീൻ പീലിംഗ് ജോലിക്ക് പോയിരുന്നു. ഇപ്പോൾ ഈ ജോലിയും ഇല്ലാത്തതിനാൽ ഭക്ഷണത്തിനും മരുന്നിനുമായി ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. വിവിധ ജില്ലകളിൽ ഇൻഫർമേഷൻ ഓഫീസറായി പ്രവർത്തിച്ചിട്ടുള്ള നിജാസ് ജുവൽ ഇതേ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ചുമതലയേറ്റു.
ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിജാസ് ജുവൽ ചുമതലയേറ്റു. കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ, എറണാകുളം, തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നീ നിലകളിലും നിജാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി കമന്ററി മത്സരം നടത്തി. ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമനിൽ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ചടങ്ങുകളില്ലാതെയാണ് മത്സരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പൊതുവിഭാഗം എന്നിങ്ങനെയാണ് മത്സരങ്ങൾ നടത്തിയത്. 4 തവണ നെഹ്റു ട്രോഫി മുത്തമിട്ട വിയപുരം ബോൾ ക്ലബിന്റെ വിയപുരം കരക്കാരുടെ കുമരകം ടൗൺ ബോൾ ക്ലബ് കുതിച്ചു വരുന്നു. ഇല്ല, മഹാദേവി മടുക്കാട്ടിൽ വിട്ടുകൊടുക്കുന്നില്ല. അവരും മുന്നേറുണ്ട്. ഇതെന്തൊരു മത്സരം! ഉഗ്ര മത്സരം, ഉദാത്ത മത്സരം. എത്രമോ സരസമായ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. ഒറ്റയ്ക്ക് വന്ന് പോരുന്ന ചമ്പക്കുളം ബോട്ടം കുമരവേലിലെങ്കിൽ 4-ാം ട്രാക്ക് കേരളത്തിന്റെ അഭിമാനമായ കേരള പോലീസ് മഹാദേവ് കാട്ടിത്തക്ക് തുടരുന്നു. ക്യാപ്റ്റൻ TR സുരേഷ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി CR ബ്രൂട്ടോ, കൊടുപ്പുന്ന GHSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി KS സോജിൻ, പുറക്കാട് SN ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി S ഷാഹിം മുഹമ്മദ് എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പൊതുവിഭാഗത്തിൽ സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ വിദ്യാർത്ഥി ജാനകി B നാഥ് 1ാം സ്ഥാനവും പച്ച ചെക്കടിക്കാട് സ്വദേശി ജോസ് J വെട്ടിയിൽ, സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ വിദ്യാർത്ഥി KS അദീന സോണി എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും നേടി. മുൻ MLA CK സദാശിവൻ, K നാസർ, രമേശൻ ചെമ്മാമ്പറമ്പിൽ, അബ്ദുൽ സലാം ലബ്ബ, MV ഹൽത്താഫ്, AV മുരളി, സെന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ മലയാളം വിഭാഗം അധ്യാപിക റിജിമോൾ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, ഹരികുമാർ വാലേത്ത്, വിനോദ് കാരിച്ചാൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ ആദ്യമായി മികച്ച തുഴക്കാരന് വിലയേറിയ സമ്മാനം നൽകാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴയിലെ മഹീന്ദ്ര 3-വീലർ വിതരണക്കാരായ AAA മോട്ടോഴ്സ്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്ന വള്ളത്തിന്റെ 1ാം തുഴക്കാരന് ഇലക്ട്രിക് ഓട്ടോ സമ്മാനമായി നൽകുമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. 100ഓളം തുഴക്കാരും നിലക്കാരും അമരക്കാരും ഒത്തൊരുമയോടെ മത്സരിച്ചാണ് ചുണ്ടൻ വള്ളത്തെ ഒന്നാമതെത്തിക്കുന്നതെങ്കിലും 1ാം തുഴക്കാരന് ഏറെ പ്രത്യേകതകൾ ഉള്ളതിനാലാണ് ഇത്തരത്തിലൊരു സമ്മാനം ഏർപ്പെടുത്തിയതെന്ന് AAA മോട്ടോഴ്സ് ഉടമയും ചമ്പക്കുളം പുല്ലങ്ങടി സ്വദേശിയുമായ വിൻസെന്റ് വർഗീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് വിജയകിരീടമണിയുന്ന ചുണ്ടനിലെ 1ാം തുഴക്കാരന് സമ്മാനമായി നൽകുക. 1ാം സമ്മാനം കിട്ടുന്ന വള്ളത്തിന്റെ 1ാം തുഴക്കാരൻ, അവനെ എന്തുകൊണ്ട് നമ്മൾ 1ാം തുഴക്കാരനെ തപ്പിയെടുത്തതെന്ന് വെച്ചാൽ, ഒരു വള്ളത്തിൽ 100 തുഴക്കാരുണ്ട്, 5 അമരക്കാരുണ്ട്, 5 നിലക്കാരുണ്ട്. ആരും മോശക്കാരല്ല. എന്നിരുന്നാലും ഈ 99 പേരിലും ഒരുവനെ 1ാം തുഴയ്ക്ക് ഇരുത്തുന്നെങ്കിൽ അതിന്റെ തക്കതായ കാരണം ആ 99 പേരിൽ നിന്നും എന്തോ ഒരു ചെറിയ കഴിവ് അവന് മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് 1ാം തുഴയ്ക്ക് തന്നെ ഇരുത്തുന്നതും 2ാം തുഴക്കാരനെ ഒരിക്കലും 1ാം തുഴയ്ക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തതും. ഈ അവസരത്തിൽ സാധാരണ കുടുംബത്തിൽ നിന്നും, അതായത് ഒരു കർഷക കുടുംബത്തിൽ നിന്നോ അല്ലെ ആ രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും തുഴയാൻ വരുന്ന ഓരോ മലയാളികളും. അവൻ തുഴഞ്ഞിറങ്ങി വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ കൂടെ അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ കുടുംബത്തിലേക്ക് നമ്മുടെ ഒരു അംഗമായി ഒരു ഇലക്ട്രിക് ഓട്ടോ ചെല്ലുമ്പം ആ നാടിനും ആ ക്ലബിനും ആ ടീമിനും അവൻ്റെ കുടുംബത്തിനും ഭയങ്കര പ്രചോദനം ആയിരിക്കും എന്ന് തന്നെയുള്ള വിശ്വാസത്തോടെയാണ് AAA മോട്ടോഴ്സ് ഈ ഇലക്ട്രിക് ഓട്ടോ നൽകാൻ ആഗ്രഹിക്കുന്നത്. വള്ളംകളിയുടെ ആവേശം ചെറുപ്പക്കാരിലെത്തിക്കുവാൻ ഇത്തരത്തിലൊരു സമ്മാനത്തിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായും വിൻസെന്റ് വർഗീസ് പറഞ്ഞു. ആഗസ്റ്റ് 17-ന് ആലപ്പുഴയിൽ നടക്കുന്ന ചടങ്ങിൽ വിജയിക്കുള്ള ഇലക്ട്രിക് ഓട്ടോ സമ്മാനിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 36ാമത് വിശുദ്ധ അൽഫോൻസ തീർത്ഥാടനം ഓഗസ്റ്റ് 3-ന് വചനത്തിന്റെ സാക്ഷികളായി കുഞ്ഞു മിഷണറിമാർ എന്ന ആപ്തവാക്യവുമായാണ് മിഷൻ ലീഗ് അംഗങ്ങൾ തീർത്ഥാടന വഴിയിൽ അണിനിരക്കുന്നത്. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയായ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലേക്കും കുടമാളൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കേന്ദ്രത്തിലേക്കുമാണ് തീർത്ഥാടനമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വചനത്തിന്റെ സാക്ഷികളായി കുഞ്ഞു മിഷണറിമാർ എന്ന ആപ്തവാക്യവുമായി അനേകായിരങ്ങൾ സുഹൃത ജപങ്ങൾ ഉരുവിട്ട് തീർത്ഥാടന വഴിയിൽ അണിനിരക്കുന്നു. മിഷൻ ലീഗ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രായഭേദമന്യേ അനേകർ പങ്കെടുക്കും.
അതിരൂപതയിലെ വിവിധ ഫൊറോനകളിൽ നിന്ന് ഏതാണ്ട് 18 ഫൊറോനകളാണ് അതിരൂപതയ്ക്കുള്ളത്. ആ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായും വാഹനങ്ങളിലും എത്തുന്ന തീർത്ഥാടകർ അൽഫോൻസ ജന്മഗൃഹത്തിലും കുടമാളൂർ ഫൊറോന പള്ളിയിലും എത്തി അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് മടങ്ങുന്നു. തീർത്ഥാടനത്തിന് ഒരുക്കമായിട്ട് തീർത്ഥാടകർ 1 മാസക്കാലമായ പ്രാർത്ഥനകൾ ചൊല്ലിയും നോമ്പനുഷ്ഠിച്ചും ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം രാവിലെ 5:30 അതിരമ്പുഴ, വെട്ടിമുകൾ, ചെറുവാണ്ടൂർ, കോട്ടയ്ക്കപ്പുറം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് അതിരമ്പുഴ മേഖലയുടെ തീർത്ഥാടനം ആരംഭിക്കും. അതേസമയം രാവിലെ 5:45 പ്രധാന തീർത്ഥാടനമായി പാറയിൽ മരീൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളുടെ തീർത്ഥാടനവും രാവിലെ കുടമാളൂർ മേഖലയിലെ വിവിധ ശാഖകളിൽ നിന്നും ഉള്ള തീർത്ഥാടകർ 6:45 പനമ്പാലം സെന്റ് മൈക്കിൾസ് ചാപ്പലിൽ എത്തുന്ന രീതിയിൽ കുടമാളൂർ മേഖലയുടെ തീർത്ഥാടനവും ആരംഭിക്കുന്നതോടുകൂടി തീർത്ഥാടനങ്ങൾക്ക് തുടക്കം കുറിക്കും. മിഷൻ ലീഗ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രായഭേദമന്യേ 10,000 തീർത്ഥാടനത്തിൽ പങ്കെടുക്കും. അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫൊറോന അടിസ്ഥാനത്തിൽ കാൽനടയായും വാഹനങ്ങളിലും എത്തുന്ന തീർത്ഥാടകർ വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലും കുടമാളൂർ ഫൊറോന പള്ളിയിലും നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരും. വാർത്താ സമ്മേളനത്തിൽ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് പാണംപറമ്പിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സാജൻ പുളിക്കൽ, ജോൺസൺ കാഞ്ഞിരക്കാട്, സിജോ ആന്റണി, അമൽ വർഗീസ്, ജോസുകുട്ടി കുട്ടമ്പേരൂർ എന്നിവർ പങ്കെടുത്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318ബിയുടെ 2024-25 വർഷത്തെ ക്യാബിനറ്റ് മെമ്പർമാരുടെ സ്ഥാനാരോഹണം ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടർ KG രാമകൃഷ്ണമൂർത്തി ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. വൈസ് ഗവർണർമാരായി വിന്നി ഫിലിപ്പും ജേക്കബ് ജോസഫും സ്ഥാനമേറ്റു. ക്യാബിനറ്റ് സെക്രട്ടറിയായി VK സജീവ്, ട്രഷററായി സുരേഷ് ജെയിംസ്, കൗൺസിൽ പ്രസിഡന്റായി ജൂലിയ സതീഷ് ജോർജ്, വനിതാ ഫോറം പ്രസിഡന്റായി ഡോക്ടർ ആൻസി ജോർജ് എന്നിവരും ചുമതലയേറ്റു. 100 വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ, സ്കൂളിൽ പഠിക്കുന്ന 100 പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ എന്നിവ നൽകുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. നാരീശക്തി അവാർഡ് ജേതാവ് ഡോക്ടർ MS സുനിലിനെയും ജാസ്മിൻ അജിയെയും ക്രിക്കറ്റ് കൗൺസിൽ അമ്പയർ രാജേഷ് പിള്ളയെയും ആദരിച്ചു. മുൻ ഗവർണർ ഡോക്ടർ ബിനോ ഐ കോശി, മൾട്ടിപ്പിൾ കൗൺസിൽ ട്രഷറർ CV മാത്യു, വൈസ് ഗവർണർ വിന്നി ഫിലിപ്പ്, PRO MP രമേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ PC ചാക്കോ, ജോസ് തെങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിലേക്ക് സാഹിത്യ രചനകൾ ക്ഷണിച്ചു. രചനകൾ രചയിതാവിന്റെ പൂർണ്ണവിലാസവും ഫോട്ടോയും ഫോൺ നമ്പരും സഹിതം ഓഗസ്റ്റ് 20-നകം ജില്ലാ കളക്ടറേറ്റിൽ നേരിട്ടോ ntbr@souvenir@gmail.com എന്ന ഇമെയിലിലോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9061481390 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് 2024-25 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തി ഓഗസ്റ്റ് 15-നകം ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകണം. അപേക്ഷയോടൊപ്പം അംഗത്വ കാർഡിന്റെ പകർപ്പ്, ഇതുവരെ അംശാദായം അടച്ചതിന്റെ മുഴുവൻ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, അംഗത്തിന്റെ ഫോട്ടോ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം എന്നിവ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477224145 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓഗസ്റ്റ് 1-ന് ആലപ്പുഴ ബീച്ച് റോഡിൽ വിജയ പാർക്കിന് സമീപം നടത്താനിരുന്ന മാരത്തോൺ ജില്ലാതല മത്സരം ജില്ലയിലെ പ്രതികൂലമായ കാലാവസ്ഥ മൂലം ഓഗസ്റ്റ് 7-ലേക്ക് മാറ്റിവെച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മുൻപ് നിശ്ചയിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് മത്സരം നടക്കുക. ഓഗസ്റ്റ് 5 വരെ രജിസ്റ്റർ ചെയ്യാം. വിവരങ്ങൾക്ക് 0477225252 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.